നമസ്കാരം, ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. വേനൽക്കാലമായതോടുകൂടി കുട്ടികളിൽ ചിക്കൻ പോക്സ് രോഗം കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഹെർപ്പീസ് വൈറസ് വിഭാഗത്തിലെ വേരിസെല്ല സോസ്റ്റർ എന്നുള്ള വൈറസാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത്. നേരത്തെ ചിക്കൻ പോക്സ് വന്നിട്ടുള്ളവർക്കും ചിക്കൻ പോക്സിനെതിരെ വാക്സിൻ എടുത്തിട്ടുള്ളവർക്കും ഒഴിച്ച് ബാക്കി ആർക്കും വേണമെങ്കിലും ഈ രോഗം വരാം. ചിക്കൻ പോക്സ് ബാധിച്ച രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായുവിൽ കൂടിയാണ് വേരിസെല്ല സോസ്റ്റർ പകരുന്നത്. രോഗിയുടെ ശരീരത്തുള്ള കുമിളകളിലുള്ള ദ്രാവകങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാകുമ്പോഴും ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരാം. ഒരു കുട്ടിയുടെ ശരീരത്തെ ഈ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് 2 ദിവസം മുമ്പും ഈ കുമിളകളെല്ലാം പൂർണ്ണമായി ഉണങ്ങുന്നതുവരെയും ആ കുട്ടിക്ക് ഈ രോഗം പടർത്താനുള്ള കഴിവുണ്ട്. രോഗാണു മറ്റൊരു കുട്ടിയുടെയോ മറ്റൊരാളുടെയോ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 21 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. നേരിയ ഒരു പനി, വിശപ്പില്ലായ്മ, ശരീരവേദന മുതലായവയായിരിക്കും ആദ്യ ലക്ഷണങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശരീരത്ത്, മുഖത്തും ദേഹത്തും ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടും. പെട്ടെന്ന് തന്നെ ഈ പാടുകളെല്ലാം അതിലെല്ലാം വെള്ളം നിറഞ്ഞ, ക്ലിയറായിട്ടുള്ള വെള്ളം നിറഞ്ഞ കുമിളകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അത് കഴിഞ്ഞാണ് ഈ കുമിളകൾ കൈകാലുകളിലേക്ക് വ്യാപിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുമിളകളെല്ലാം ഉണങ്ങി പറ്റപിടിക്കുകയും ചെയ്യും. ഭൂരിഭാഗം കുട്ടികളിലും ഈ ചിക്കൻ പോക്സ് എന്നത് വളരെ സൗമ്യവും സ്വയമായിട്ട് നിയന്ത്രണ വിധേയമാകുന്ന ഒരു അസുഖവുമാണ്. എന്നാൽ ചില കുട്ടികളിൽ തൊലിപ്പുറത്തുള്ള ബാക്ടീരിയൽ അണുബാധയുണ്ടാകാം, നിർജ്ജലീകരണം ഉണ്ടാകാം. കൂടാതെ വളരെ അപൂർവമായി ന്യൂമോണിയ അല്ലെങ്കിൽ മസ്തിഷ്കജ്വരം പോലെയുള്ള അവസ്ഥകളും ഈ അസുഖം മൂലം ചില കുട്ടികൾക്ക് ഉണ്ടാകാം. മാത്രവുമല്ല, ഈ ചിക്കൻ പോക്സിൻ്റെ വൈറസ് ഒരിക്കൽ ചിക്കൻ പോക്സ് പിടിപെട്ടാൽ നമ്മുടെ നാഡികളിൽ അവ ഉറങ്ങിക്കിടന്ന് വളരെ കാലത്തിന് ശേഷം അവ വീണ്ടും സജീവമായി ഹെർപ്പീസ് സോസ്റ്റർ അല്ലെങ്കിൽ ഷിംഗൽസ് എന്ന രോഗവും ഉണ്ടാക്കാം. ഉപ്പ് കൂട്ടരുത്, ചില ആഹാരപദാർത്ഥങ്ങൾ കഴിക്കരുത്, കുളിക്കരുത്, വേപ്പിലയിൽ കിടത്തുക തുടങ്ങിയ പലവിധ അബദ്ധധാരണകളും ഇന്നും നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊന്നും സത്യമല്ല. പോഷകസമൃദ്ധമായ, പെട്ടെന്ന് ദഹിക്കാവുന്ന ഏതൊരു ആഹാരവും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികളെ കുളിപ്പിച്ച് വൃത്തിയായി വെക്കുന്നത് അവരുടെ ശരീരത്തെ ബാക്ടീരിയൽ അണുബാധ തടയാൻ സഹായകരമാണ്. മറ്റ് ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പനിക്ക് പാരസെറ്റമോൾ, ചൊറിച്ചിലിന് ആൻറ്റിഹിസ്റ്റമിൻ മരുന്നുകൾ, കലാമിൻ ലോഷൻ എന്നിവ മാത്രം മതിയാവും ചിക്കൻ പോക്സിൻ്റെ ചികിത്സയ്ക്ക്. എന്നിരുന്നാൽ തന്നെയും രോഗത്തിൻ്റെ കാഠിന്യവും ദൈർഘ്യവും കുറയ്ക്കാൻ വളരെ ഫലപ്രദമായ അസൈക്ലവർ പോലുള്ള ആൻറ്റിവൈറൽ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. മാത്രവുമല്ല, ചിക്കൻ പോക്സ് തടയാൻ വേണ്ടി വേരിസെല്ല വാക്സിൻ, ചിക്കൻ പോക്സ് വാക്സിൻ ഇന്ന് എല്ലായിടത്തും ലഭ്യമാണ്. കുട്ടികൾക്ക് 12 മുതൽ 16 മാസത്തിനിടയ്ക്ക് ഒരു ഡോസും 4 മുതൽ 5 വയസ്സ് പ്രായത്തിനിടയ്ക്ക് അടുത്ത ഡോസും ആണ് എടുക്കേണ്ടത്. മുതിർന്നവരിലാണെങ്കിൽ 1 മാസം ഇടവിട്ട് 2 ഡോസ് വാക്സിൻ എടുക്കേണ്ടതാണ്. ചിക്കൻ പോക്സ് എന്നത് വളരെയധികം വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അപകടകാരി അല്ലെങ്കിലും ചിക്കൻ പോക്സ് വരാതിരിക്കാൻ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്ദി, നമസ്കാരം.